people, you're watching Catchy camera. Welcome back to another video. So guys, we will do a video called a level Catchy video. So guys, we will do a video preview of the create. So guys, Instagram full time Instagram, TikTok, the trending is a part of beta strengths. This sugar crush in the part of the Hussein. Guys, this is the part trending. First, editing people editing. First, we video full light subscribe video subscribe full light CapCut application CapCut download description box. Guys, video full light subscribe subscribe video guys, first CapCut open the new project click here. Click here and photo add photos videos creativity. Guys, first photo photo add format format 16:9 ratio set canvas canvas color select color just background background cut remove background option photo select remove background this two fingers just corner light set this is photos two fingers use photos set total 5 photos on the first photo ratio 2.9 pin the back photo add 0.4 seconds. Now, we will add 4 photos 0.4 seconds. We will add a beat in part photos. This ratio select song pad song pad just sing song animation swipe bottom option just click to just full first set photo select animation combo select combo select pendulum 2 effect photos pendulum 2 effect full effect pendulum 2 pendulum 2 effects video export option click export option export guys, save CapCut open add video export video ending delete 2 fingers use just corner set screen canvas color yellow guys, overlays overlays photos photo remove background two fingers zoom out corner size length full
അതായത് ഞാൻ അവിടെ കാണിക്കുന്ന പോലെ ഫുള്ളാക്കി കൊടുക്കുക. ഏറ്റവും വരെ എത്തിച്ചാൽ മതി, ബാക്കി നമുക്ക് വേണ്ട. കറക്റ്റ് ഇവിടെ ഫുള്ളാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനൊക്കെ എഫക്റ്റ് ഇടണം. ഈ ഓവറിൽ വെക്കുന്നത് എന്തായാലും ഈ ഫുള്ളാക്കി ഇടണം, അത് പ്രത്യേകം നോക്കേണ്ട കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള 4 ഫോട്ടോസ് ആഡ് ചെയ്യാൻ നമ്മുടെ ഉണ്ണിമുഖം തന്നെ. അപ്പോൾ നമ്മൾ ഒരു കാര്യം പറയേണ്ടതെന്ന് വെച്ചാൽ ഇത് ഇത്തിരി പാടാണ് ചെയ്യാനായിട്ട്. അതായത് കുറേ നേരം ഇങ്ങനെ ഓരോരോ വീഡിയോ ചെയ്ത് ഇങ്ങനെ എക്സ്പോർട്ട് ചെയ്ത് ആഡ് ചെയ്ത് ചെയ്യണം. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്താൽ മതി, ഈസി തന്നെയാണെന്ന് ഇത്തിരി മെനക്കെടണം എന്നുള്ളൂ. അപ്പോൾ ഞാനിവിടെ ആകെ 2 പോർഷൻ മാത്രമേ കാണിച്ചിട്ടുണ്ട്, ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ഇതുപോലെ തന്നെ ആഡ് ചെയ്യുക. അപ്പോൾ ഞാൻ വേറൊരു എഫക്റ്റ് ഒരെണ്ണത്തിലിടുന്നുണ്ട്, അതും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഉണ്ണിമുഖൻ്റെ ഫോട്ടോ നമ്മുടെ പൃഥ്വിരാജിൻ്റെ വീഡിയോ കഴിയണവരെ വെച്ചാൽ മതി, ബാക്കിയുള്ളതിൽ വേണ്ട. അത് കഴിഞ്ഞിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉണ്ണിമുഖൻ്റെ ഫോട്ടോസ് 4 നമ്മൾ ആഡ് ചെയ്ത് അതിൻ്റെ ഒരു ലെങ്ത്ത് വന്നിട്ട് 0.4 സെക്കൻഡ് ആക്കി കൊടുക്കുക. കാരണം നമ്മുടെ ബീറ്റായിട്ട് സിങ്ക് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളൊന്ന് അറിഞ്ഞു വെച്ചേക്കാം. അപ്പോൾ നമ്മളെല്ലാം 4 സെക്കൻഡായിട്ട് അല്ല 0.4 സെക്കൻഡായിട്ട് സംഭവം സ്പ്ലിറ്റ് ഡിലീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ക്രോപ്പൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഓരോന്നിനും എഫക്റ്റ് ആഡ് ചെയ്യാം. അതിനായിട്ട് ഫസ്റ്റത്തെ ഇതിൽ ക്ലിക്ക് ചെയ്യുക, ആനിമേഷനിൽ പോവുക, കോംബോയിൽ പോവുക. ജസ്റ്റ് ഇതുപോലെ നിങ്ങൾ ഇങ്ങനെ ആക്കുമ്പോൾ പെൻഡുലം 2 എന്ന് പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ നേരത്തെ നമ്മൾ ആഡ് ചെയ്ത എഫക്റ്റ് തന്നെ പെൻഡുലം 2, അത് തന്നെ എല്ലാത്തിനും ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ വേറൊരു കാര്യം പറയാം, നിങ്ങൾക്ക് പെൻഡുലം 2 തന്നെ ആഡ് ചെയ്യണമെന്നില്ല, വേറെ വല്ലതും ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ഫസ്റ്റ് കാണുന്നത് നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് വെച്ചതിന് ഇന്നിൽ പോയിട്ട് ആനിമേഷനിൽ ഇന്നിൽ പോയിട്ട് ജസ്റ്റ് സ്വൈപ്പ് ബോട്ടം എന്ന് വെച്ചിട്ട് അതിൻ്റെ ഡ്യൂറേഷൻ വന്നിട്ട് 2.9 അല്ലെങ്കിൽ 2.7 സെറ്റ് ചെയ്ത് കൊടുക്കുക. അത് ഫുള്ളിട്ട് കൊടുക്കരുത്, അപ്പോൾ സീനാണ്. അപ്പോൾ നേരത്തെ വെച്ച അതേ റേഷ്യാണ് പൃഥ്വിരാജിൻ്റെ 2.9 ആണ് വെച്ചത്. ഇവിടെ ഞാൻ 2.8 ആണ് എടുക്കേണ്ടത്, കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് വിട്ടുപോയത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് കറക്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ ചെയ്ത അതേ പരിപാടി തന്നെ ഞാൻ ജസ്റ്റ് വെറുതെ ഒന്നും കൂടി സോങ് ഒന്ന് സിങ്ക് ആവുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സോങ് ഒന്ന് ജസ്റ്റ് ആഡ് ചെയ്ത് നോക്കി. അപ്പോൾ എന്താണോ ബഗ് അടിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് സോങ് കറക്റ്റ് വന്നില്ല, അതായത് സോങ് അവിടെ പ്ലേ ആയില്ല. അപ്പോൾ എന്തായാലും അവിടെ കറക്റ്റ് സിങ്ക് ആവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നമ്മുടെ വീഡിയോ നേരെ എക്സ്പോർട്ട് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഉണ്ണിമുഖം ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ എക്സ്പോർട്ട് ചെയ്യും. അപ്പോൾ എക്സ്പോർട്ട് ആയിട്ട് പിന്നെ നമ്മൾ ഒന്നും കൂടി ക്യാപ് കട്ട് എടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ തന്നെ എക്സ്പോർട്ട് ചെയ്ത് വെച്ചാൽ ആ ഒരു വീഡിയോ നമ്മൾ ഉണ്ണിമുഖത്തിനും പൃഥ്വിരാജിൻ്റെ സേവ് ചെയ്ത് വെച്ചത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒന്നും കൂടി ആഡ് ചെയ്യണം. അത് എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 2 ഫിംഗേഴ്സ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സൂം ഔട്ട് ചെയ്തിട്ട് ഈ കോർണറിൽ കൊണ്ടുപോയി വെക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു ഫോട്ടോയും കൂടി ആഡ് ചെയ്യാണ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വേറൊരു ഫോട്ടോ നിങ്ങൾ കണ്ടറിഞ്ഞാൽ മതി. അപ്പോൾ അതിൻ്റെ ക്യാൻവാസിൻ്റെ കളർ വന്നിട്ട് നമ്മൾ വേറൊരു മാതിരി കളറാക്കുകയാണ്. ഇതിൽ കളറൊന്നും മര്യാദയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല, വേറെ കളർ വല്ലാണെങ്കിൽ ഇതിലൂടെ ഈ ചോപ്പൊക്കെ ഒരുമാതിരി ചോപ്പയാണ്, നല്ല ചോപ്പൊന്നുമല്ല. അപ്പോൾ എനിക്ക് എന്താണോ ഇതിൻ്റെ കളറൊന്നും പിടിച്ചില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ അടുത്ത് ആരുടെ പിക്കാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതും കൂടി ആഡ് ചെയ്യാം. ഞാൻ ഫഹദ് ഫാസിലിൻ്റെയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഫഹദ് ഫാസിലിൻ്റെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഫഹദ് ഫാസിലിൻ്റെ ആ ഒരു നമ്മളിപ്പോൾ ആഡ് ചെയ്ത് വെച്ച പിക്ക് വന്നിട്ട് ഈ വീഡിയോൻ്റെ എൻഡ് വരെ നമ്മൾ ആക്കി കൊടുക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ചെയ്ത അതേ പരിപാടിന് വീഡിയോൻ്റെ എൻഡ് വരെ ആക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് കറക്റ്റ് ഇതുപോലെ വയ്ക്കുക. എൻഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും, ക്യാപ് കട്ടിൻ്റെ ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അനിമേഷനും വന്നിട്ട് നമ്മൾ ഇത് ചെയ്യുക. കാരണം ഞാൻ ഈ സംഭവം ഇവിടെ കാണിച്ച് തരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ ഈ രണ്ടാമത്തെ ഫാസിൻ്റെ ആഡ് ചെയ്തതിന് നമ്മൾ വേറൊരു അനിമേഷനാണ് കൊടുക്കാൻ പോണത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതറിഞ്ഞ് വെച്ചേക്കുക, വേറെ അനിമേഷനാണ് നമ്മൾ കൊടുക്കാൻ പോണത്. അപ്പോൾ അതിൻ്റെ ഡ്യൂറേഷൻ, അതിൻ്റെ ആ ഒരു സ്വിങ് ബോട്ടം എന്ന് പറഞ്ഞ ഡ്യൂറേഷൻ 2.8 സെറ്റ് ചെയ്തിട്ട് നമ്മൾ ടിക്ക് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ബാക്കിയുള്ള 4 പിക്കും കൂടി ഇതിലേക്ക് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടെ സിങ്ക് ഉണ്ടോ നോക്കിയതാണ്, സോറി. അപ്പോൾ നമുക്ക് ലേഖടിപ്പിക്കാണ്ട് അടുത്ത ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ഫഹദ് ഫാസിലിൻ്റെ 4 ഫോട്ടോസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നേരെ അനിമേഷനിൽ പോവുക, കോംബോയിൽ പോയിട്ട് ജസ്റ്റ് ഇതുപോലെ കുറച്ചിങ്ങനെ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡിസ്ട്രാക്ട് റൈറ്റ് എന്ന് പറഞ്ഞൊരു എഫക്റ്റ് കാണും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതന്നെ ഈ 4 ഫോട്ടോസിൽ ആഡ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ബാക്കിയുള്ള ഫിലിം സ്റ്റാർസിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോസ് വെച്ചാണെങ്കിൽ അതുപോലെ ചെയ്തെടുക്കുക. ഞാൻ ഇവിടെ കൊണ്ട് നിർത്തി നിങ്ങൾക്ക് കാണിച്ചു തരല്ല, ഇവിടെ കൊണ്ട് നമ്മുടെ വീഡിയോ നിർത്താണ്. അപ്പോൾ ബാക്കി നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇത് നേരെ എക്സ്പോർട്ട് ചെയ്യുക. എക്സ്പോർട്ട് ചെയ്തിട്ട് നമ്മളിത് ഇവിടെ അവസാനത്തെ സ്റ്റെപ്പിലെത്തിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഫസ്റ്റ് പൃഥ്വിരാജ് വന്നു, പിന്നെ നമ്മൾ ഉണ്ണിമുഖം വന്നു, പിന്നെ നമ്മുടെ ഫഹദ് ഫാസിൽ വന്നു, പിന്നെ നമ്മുടെ അതുപോലെ ടൊവിനോ വന്നു, നമ്മുടെ DQ വന്നു, അതുപോലെ എല്ലാവരും വന്നു. അവസാനം DQ വന്നെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ സെറ്റായിരിക്കുകയാണ്. അപ്പോൾ ഇത്ര ചെയ്താൽ മതി. അപ്പോൾ ഇത്തിരി പണിയെടുക്കണം, അതായത് ഇത്തിരി ടൈം ഇതിൽ സ്പെൻഡ് ചെയ്യണം എന്നുള്ളൂ. അതാണ് ജസ്റ്റ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ക്ലിക്കിലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇനി വേറെ ഒന്നും ചെയ്ത് അപ്പോൾ നമുക്കിനി ഓഡിയോയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട്
കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ വർക്ക് കൂടെ പൂർത്തീകരിക്കാം. അതിനായിട്ട് ജസ്റ്റ് ഓഡിയോയിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഓഡിയോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഓഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ ഓഡിയോയിലേക്ക് ആഡ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ സിങ്ക് ആവുണ്ടോ എന്ന് നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ പക്കയായിട്ട് സിങ്ക് ആയിട്ട്. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞാൽ നമുക്ക് ഓഡിയോ കുറച്ചും കൂടി ലെങ്ത് ആയിട്ട് വരുന്നത്, അതായത് കുറച്ചും കൂടി ആറ്റത്തേക്ക് വരുന്നത് നമുക്ക് വേണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വാട്ടർമാർക്ക് ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. അതിന് ടെക്സ്റ്റിൽ പോയിട്ട് വാട്ടർമാർക്ക് ജസ്റ്റ് നിങ്ങളുടെ വാട്ടർമാർക്കിൽ നിങ്ങളുടെ പേര് ഇവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ ടിക്ക് കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു ഇമേഷൻ ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ അതൊന്നും കാണിക്കില്ല, ആസ് യു വിഷ് ആണ്. അപ്പോൾ ഞാൻ Catchy MP4 ഇടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടുണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി ഫോളോ ചെയ്തിട്ടാൽ മതി. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് സ്പീഡാക്കാണ്. അപ്പോൾ നമ്മുടെ വാട്ടർമാർക്കും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ തല തിരിഞ്ഞാണ് കിടക്കുന്നത്. നിങ്ങൾക്ക് ഇതൊന്നും കൂടി സേവ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഫോർമാറ്റ് മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് വെച്ചാൽ മതി. അല്ലെങ്കിൽ വേറെ വല്ല ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്ത് വെച്ചാലും മതി. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ ഒന്നും പഠിക്കേണ്ട, ജസ്റ്റ് താഴത്ത് കമൻറ്റ് ചെയ്താൽ മതി. എല്ലാത്തിനും ഞാൻ റിപ്ലൈ തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ള് കണ്ടവർക്കാണെങ്കിൽ ഒരു ഡൗട്ടും ഇല്ലാണ്ട് ചെയ്യാൻ പറ്റിയ ഒരു വെരി ഈസിയാണ്. അപ്പോൾ ഞാൻ നേരത്തെ ഒരു കാര്യം പറയാൻ മറന്നു. നമുക്ക് CapCut യൂസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു VPN ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് സൂപ്പർ VPN എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള VPNs നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. VPNs ഒന്നും യൂസ് ചെയ്യേണ്ടത് നമുക്ക് ഇതിലത്തെ ഫിൽറ്റേഴ്സും അനിമേഷൻസും ട്രാൻസാക്ഷൻസും ഒന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. അതുകൊണ്ട് എല്ലാവരും VPN ഡൗൺലോഡ് ചെയ്തിട്ട് CapCut യൂസ് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ അവസാനിക്കുകയാണ്. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തതുകൊണ്ട് ഇപ്പോൾ തന്നെ കയറി ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വല്ലതും പറയുകയാണെങ്കിൽ അവിടെ ഒന്ന് പറയാവുന്നതാണ്, അല്ലെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക. പറ്റുന്ന വെച്ചാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിനേക്കാളും മികച്ച വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തിട്ട് വീഡിയോ വേണമെങ്കിലും കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത് വേണമെങ്കിൽ ഒരു എലൈറ്റ് മോഷൻ ട്യൂട്ടോറിയൽ ആവാം, അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫി റിലേറ്റഡ് കണ്ടൻറ് ആവാം, അല്ലെങ്കിൽ ഒരു വ്ളോഗ് ആവാം. അങ്ങനെ പല കണ്ടന്റുകൾ നമ്മൾ ആലോചിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇറ്റ്സ് മീ Catchy Camera signing off.